ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ മണ്ഡലത്തിലെ പത്തനാപുരം കെ.എസ്.ആർ.ടി.സി ഡിപ്പോയിൽ കൂട്ടയവധി. ഡിപ്പോയിൽ നിന്നുള്ള 15 സർവീസുകൾ മുടങ്ങി. മദ്യപിച്ച് ജോലിക്കെത്തുന്നവരെ കണ്ടെത്താൻ കെ.എസ്.ആർ.ടി.സി വിജിലൻസ് വിഭാഗം പരിശോധന നടത്തിയിരുന്നു. അതിനിടെയാണ് ജീവനക്കാർ അവധിയെടുത്തത്. മദ്യപിച്ച് ജോലിക്കെത്തിയ 3 പേരെ പിടികൂടുകയും ചെയ്തു. അരുൺരാജ് നൽകും കൊല്ലത്തു നിന്ന് കൂടുതൽ വിവരങ്ങൾ. അരുൺരാജ്, ഗതാഗത മന്ത്രിയുടെ നാടാണ്, അവിടെ നിന്നാണ് ഇപ്പോൾ ഈ ഒരു വാർത്ത പുറത്തുവരുന്നത്. വിവരങ്ങൾ. തീർച്ചയായും കെ.എസ്.ആർ.ടി.സിയിൽ മദ്യപിച്ച് ജോലിക്ക് എത്തുന്നവരെ പിടികൂടാൻ കെ.എസ്.ആർ.ടി.സി വിജിലൻസ് വിഭാഗത്തിന് നേരത്തെ മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന് ഡിപ്പോ കേന്ദ്രീകരിച്ചുള്ള പരിശോധന വേണമെന്നായിരുന്നു മന്ത്രിയുടെ നിർദ്ദേശം. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് വിഭാഗം പരിശോധന നടത്താൻ ഇന്ന് പത്തനാപുരം മണ്ഡലത്തിൽ, അതായത് പത്തനാപുരം മണ്ഡലത്തിലുള്ള കെ.എസ്.ആർ.ടി.സി ഡിപ്പോയിൽ ഗതാഗത മന്ത്രിയുടെ അതേ മണ്ഡലത്തിൽ എത്തിയപ്പോഴാണ് ആദ്യഘട്ടത്തിൽ 3 ജീവനക്കാരെ മദ്യപിച്ച് പിടികൂടുന്നത്. സഹപ്രവർത്തകരെ മദ്യപിച്ച് വിജിലൻസ് പിടികൂടിയതറിഞ്ഞ് 12 ജീവനക്കാർ തൊട്ടു പിന്നാലെ അവധിയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ഈ മുൻകൂർ അനുമതി പോലും വാങ്ങാതെയാണ് ഈ ജീവനക്കാർ അവധിയിലേക്ക് പോയത് എന്നുള്ളതാണ് ഡിപ്പോയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇതോടെ കെ.എസ്.ആർ.ടി.സി പത്തനാപുരം റൂറൽ മേഖലയിലേക്കുള്ള സർവീസുകൾ പൂർണ്ണമായും നിശ്ചലമാവുന്ന സ്ഥിതിയടക്കമുണ്ടായി. ഈ വിഷയത്തിൽ മന്ത്രിയുടെ ഓഫീസ് നേരിട്ടിടപെടുകയും പിന്നീട് ഈ സർവീസ് മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് പകരം ബദൽ സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്തു. എന്തായാലും ഈ മദ്യപിച്ച് മുങ്ങിയ പിടികൂടിയ 3 ജീവനക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും ഇതിന് പിന്നാലെ മുങ്ങിയ 12 ജീവനക്കാർ അവർക്കെതിരെ നടപടിയിലേക്ക് കടക്കുമെന്നും മന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, അരുൺരാജാണ് വിവരങ്ങൾ നൽകിയത്.